നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ക്രാഫ്റ്റ്മാൻ ട്രെയിനിങ് സ്കീമിലെ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ എന്ന് പറയുന്ന കോഴ്സ്. അതിൽ ഓട്ടോകാഡ് എന്ന് പറയുന്നൊരു ടോപ്പിക് വരുന്നുണ്ട്. അപ്പോൾ ഓട്ടോകാഡ് എങ്ങനെയാണ് നമുക്ക് മെക്കാനിക്കൽ ഡ്രാഫ്റ്റ്മാനിലെ ആ സിലബസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ വളരെ ഈസിയാണ്. ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാൻ പറ്റും. മെക്കാനിക്കൽ പരമല്ല, സിവിലും ഇലക്ട്രിക്കലും മറ്റ് എഞ്ചിനീയറിംഗ് മേഖലയിലെല്ലാം നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ ടൂൾസും കാര്യങ്ങളും അറിഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ എന്ന് പറയുന്ന CTS കോഴ്സിൻ്റെ സിലബസ് പ്രകാരമാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മളത് ഓട്ടോകാഡ് 2024 ജസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് വരുന്നത്. അതിൽ നമുക്ക് ഓൾറെഡി റീസെൻ്റ്ലി നമ്മൾ ചെയ്തിട്ട ഫയൽ ഡ്രോയിങ് 1 എന്ന് പറഞ്ഞ പേരിലാണ് ഏറ്റവും ലാസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഡേറ്റ് എപ്പോഴാണ് ചെയ്തതൊക്കെ കാണാം. അതുമാതിരി ഒരു ഡേറ്റ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഫയൽസ് ഇതിൽ കാണിക്കും. അതിൻ്റെ വ്യൂസ് ഇപ്പോൾ നമ്മൾ ലിസ്റ്റ് വ്യൂ ഉണ്ട്, അതുമാതിരി തന്നെ ഗ്രിഡ് വ്യൂ ഉണ്ട്. ഗ്രിഡ് വ്യൂവിലാണെങ്കിൽ നമ്മൾ ചെയ്ത ഫയൽസിൻ്റെ ഷേപ്പുകൾ ഇവിടെ കാണിക്കും. ഫയൽസ് ജസ്റ്റ് കാണാൻ പറ്റും നമുക്ക് ഏകദേശം. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടാണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് ഓപ്പൺ ആവും. അപ്പോൾ ലിസ്റ്റ് വ്യൂ ആണെങ്കിൽ ഇതുപോലെ കാണാൻ പറ്റും. കൂടുതലായിട്ട് ഇതിക്ക് മുമ്പ് ചെയ്ത ഫയൽസാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഓപ്പണിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്രൗസ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്യാം. അതല്ല നമുക്ക് ന്യൂ ഫയലാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് ന്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് കയറി വരും. അതിൽ നമ്മൾക്ക് ആദ്യം കാണുന്ന ഈ ഒരു റെഡ് കളറിൽ എന്ന് എഴുതിയിരിക്കുന്നതാണ് ആപ്ലിക്കേഷൻ മെനു എന്നാണ് പറയുക. അപ്പോൾ ആപ്ലിക്കേഷൻ മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ന്യൂ ഫയൽ നമുക്ക് ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഓപ്പൺ ഓൾറെഡി ഉള്ള ഫയൽസ് ആണെങ്കിൽ നമ്മൾ വരച്ച ഫയൽസ് ഓപ്പൺ ചെയ്യാനാണെങ്കിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതുമാതിരി സേവ് ചെയ്യാൻ നമ്മൾ വരച്ച ഫയൽസ് സേവ് ചെയ്യാനും അതുപോലെ സേവ് ആസ് കൊടുത്ത് മറ്റ് ഫോർമാറ്റിലേക്ക് ഫോർമാറ്റിൽ വെച്ചാൽ നമുക്ക് ചിലപ്പോൾ CNC മെഷീനിലൊക്കെ DWGയിൽ അങ്ങനെയൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സേവ് ആസ് കൊടുത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇമ്പോർട്ട് മറ്റ് ഫയൽ ഫോർമാറ്റിലുള്ളത് നമുക്ക് CADലേക്ക് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് വരുത്താനായിട്ടും അതുപോലെ നമ്മൾ ചെയ്തത് മറ്റ് ഫയൽ ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനും അതുമാതിരി പബ്ലിഷ് ചെയ്യാനും ഈ ഡോക്യുമെൻറ്റ്സ് ആയിട്ട് പബ്ലിഷ് ചെയ്യാനും ഒക്കെ നമുക്ക് ഇതിൽ സാധിക്കും. അതിനെ പബ്ലിഷ് പിന്നെ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്ലോട്ട് പ്രിൻ്റ് ചെയ്യാൻ പറ്റും. പ്ലോട്ട് ചെയ്യാനും 3D പ്രിൻ്റ് ഒക്കെ നമുക്കിതിൽ പോസിബിളാണ്. പിന്നെ ഡ്രോയിങ് യൂട്ടിലിറ്റീസ് ഉണ്ട്, യൂണിറ്റ് കാര്യങ്ങൾ, പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഫയൽ ക്ലോസ് ചെയ്യാനായിട്ട് ക്ലോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ആപ്ലിക്കേഷൻ മെനു ബാറിൽ വരുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് സെയിം തന്നെയാണ്. ആപ്ലിക്കേഷൻ മെനു ബാറിൽ നമ്മൾ എന്തൊക്കെ കണ്ടു അതൊക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ കാണുന്നത്. ഇതിനെ പറയുന്നതാണ് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ് അതിന് പറയുന്നത്. ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ ഇപ്പോൾ ഇതിൽ നിലവിലുള്ളത് ഇതാ നോക്കുക, ന്യൂ എന്ന് പറയുന്ന ഇതാണ്. ഇത് ജസ്റ്റ് ഇങ്ങനെ കർസർ അല്ലെങ്കിൽ മൗസ് ഇവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. ന്യൂ, ഓപ്പൺ, സേവ് ആസ് കണ്ടോ. ഇത് മറ്റേ നമ്മുടെ ആപ്ലിക്കേഷൻ മെനുവിൽ കണ്ട അതേ കാര്യങ്ങളാണ് ഇതിവിടെ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ കാണുന്നത്. നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഇതിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കിവിടെ ഒരു ആരോ ഉണ്ട്. ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിൽ വർക്ക് സ്പേസ് 2D ഡ്രാഫ്റ്റിംഗ് ആണോ 3D മോഡലിംഗ് ആണോ ഇതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് എടുക്കാനായിട്ട് അത് എടുക്കുന്നത് ഇവിടെ പോയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടെ പെട്ടെന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ നിന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും ഐറ്റംസ് നമുക്ക് എനേബിൾ ആക്കി ഇടാൻ പറ്റും, ഓൺ ചെയ്തിടാൻ പറ്റും. ഏതിൽ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൽ. അപ്പോൾ ഈ വർക്ക് സ്പേസ് ഓൺ ചെയ്തിടുന്നുണ്ടെങ്കിൽ കണ്ട ജസ്റ്റ് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വർക്ക് സ്പേസ് ഓണായി. ഇനി നമുക്കിവിടെ 3D ബേസിസ് 3D മോഡലിംഗ് ഏത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ആവശ്യമില്ലെങ്കിൽ നമ്മൾ വെറുതെ അത് ഓൺ ചെയ്തിടേണ്ട ആവശ്യമില്ല. ഇൻ്റർഫേസിൽ ജസ്റ്റ് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഇനി ന്യൂ എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമില്ലെങ്കിൽ ന്യൂ ജസ്റ്റ് ഓഫ് ചെയ്താൽ ഫസ്റ്റ് കാണുന്നത് ഓപ്പൺ മാത്രമായിരിക്കും. കണ്ടോ, ന്യൂ ഡിസപ്പിയർ ആയി. അതുപോലെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഇത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. പിന്നെ ഇത് ഷെയർ ആണ്, ഷെയർ ഡ്രോയിങ്. നമുക്ക് ഒരു വരച്ച ഫയൽസ് നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. വരച്ച ഫയൽ ആദ്യം സേവ് ചെയ്യണം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വാട്സപ്പ് അങ്ങനെ ഒരു ലിങ്ക് കിട്ടും. ആ ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ വേർഷൻ ഓട്ടോഡെസ്കിൻ്റെ എന്ന കമ്പനിയുടെ ഓട്ടോഡെസ്ക് ഓട്ടോകാഡ് 2024. ഓട്ടോഡെസ്ക് എന്ന് പറയുന്ന കമ്പനിയാണ് ഓട്ടോകാഡ് ഇറക്കിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് എന്താ ആവശ്യമെന്ന് സെർച്ച് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ലൈസൻസ് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ്. പിന്നെ വരുന്നത് ടാബ്സ് ആണ്. ഇതിനെല്ലാം നമ്മൾ റിബൺ ടാബ്സ് എന്നാണ് പറയുക. റിബൺ ടാബ്സ് എന്ന് പറഞ്ഞാൽ
ഹോം ടാബ്, ഇൻസെർട്ട്, ഇതൊക്കെ ടാബുകളാണ്. ഇത് റിബൺ മോഡലാണ്. റിബൺ ടാബ്സ് എന്നാണ് പറയുക. അപ്പോൾ ഓരോ ടാബിൽ നമുക്ക് ഈ ടാബിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഇപ്പോൾ ഹോം ടാബിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡ്രോ, മോഡിഫൈ, അനോട്ടേഷൻ അങ്ങനെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ടാബിൽ ചിലപ്പോൾ ഇതിലില്ലാത്ത ടാബാണ് നമുക്ക് വേണ്ടതെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു വിഷ്വലൈസിൻ്റെ അവിടെ ഏതെങ്കിലും സ്ഥലത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഈ ടാബിൽ പോയിട്ട് നമുക്ക് ഓഫ് ചെയ്യാനും നേരത്തെ ഇപ്പോൾ എല്ലാം ഓൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നമുക്ക് ഇത് ജസ്റ്റ് ഓഫ് ചെയ്തിടാനും നമുക്ക് സാധിക്കും. ഓക്കെ, നമുക്കിതിൽ എക്സ്പ്രസ് ടൂൾസ് വേണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസപ്പിയർ ആവും. ഓക്കെ, അതുമാതിരി തന്നെ ഇതിനെയാണ് നമ്മൾ റിബൺ ടാബ്സ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ കാണുന്ന ഡ്രോ, മോഡിഫൈ, ഓരോ ടാബ്സിലും ഓരോ പാനലാണത്. ഓക്കെ, ഈ പാനൽ ഡ്രോ പാനൽ. അപ്പോൾ ഈ പാനലിൽ നമുക്ക് ഓരോ ടൂൾസ് ഉണ്ട്. ഇത് വെച്ചിട്ടാണ് ഡ്രോ പാനലിലെ ടൂൾസ് വെച്ചിട്ടാണ് നമ്മൾ വരക്കുന്നത്, അതുമാതിരി മോഡിഫൈ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പാനലിലുള്ള കാര്യങ്ങൾ പാനലും ഇതുമാതിരി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ പറ്റും. മോഡിഫൈ ഇപ്പോൾ ഇതെല്ലാം എനേബിൾ ആണ്. നമുക്ക് ഏതെങ്കിലും ക്ലിപ്പ് വേണ്ട, ഇത് ജസ്റ്റ് ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ടൂൾ പോയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്ക് ഓരോ പാനൽസും ഇതിൽ നിന്ന് എടുക്കാനും അതുപോലെ തന്നെ ഒഴിവാക്കാനും സാധിക്കും. ഓക്കെ, ജസ്റ്റ് ഏതെങ്കിലും ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് റൈറ്റ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും. ഇങ്ങനൊരു വിൻഡോ വരും. അതിൽ ടാബ് ആണെങ്കിൽ ടാബ് നമുക്ക് ഒഴിവാക്കാം. ആഡ് ഇൻ ഒഴിവാക്കി. അതുപോലെ കൊളാബറേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്നുണ്ട്. അതിപ്പോൾ ഞാൻ ഒഴിവാക്കാൻ പോവുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൊളാബറേറ്റ് അൺടിക്ക് അടിച്ച് കഴിഞ്ഞാൽ അത് ഒഴിവായി. ഓക്കെ, അതുപോലെ പാനലാണെങ്കിൽ നമുക്കിപ്പോൾ ഡ്രോ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡ്രോ വേണ്ട നമുക്ക്. അപ്പോൾ പാനലിൽ പോയിട്ട് ഡ്രോ ജസ്റ്റ് അൺടിക്ക് അടിച്ചാൽ ഡ്രോ പോയി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇത് പോസിബിൾ ആണ്. ഡ്രോ നമുക്ക് എന്തായാലും അത്യാവശ്യമുള്ളൊരു പാനലാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് എനേബിൾ ചെയ്യുന്നു. അപ്പോൾ തിരിച്ചു വന്നു. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ടൂൾസിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ വി ക്യൂബാണ്. വി ക്യൂബിൽ നമ്മൾ വരച്ച ഒരു ഇതിൻ്റെ ഏത് ടോപ്പ് അതുമാതിരി മുകളിൽ അമർത്തി കഴിഞ്ഞാൽ ബാക്ക്, ഈ ഒരു പൊസിഷനിൽ നമുക്കത് ഏത് ലെഫ്റ്റ്, ഫ്രണ്ട്, നമുക്കിത് കറക്കാൻ പറ്റും. ഏത് പൊസിഷനിൽ വേണമെങ്കിലും നമുക്കത് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഈ ഒരു പൊസിഷനിലാണ്. പിന്നെ ഇതിനെ നമ്മൾ പറയുന്നത് നാവിഗേഷൻ ബാർ. നാവിഗേഷൻ ബാറിൽ നമുക്ക് സ്റ്റിയറിംഗ് വീൽ ഉണ്ട്. അതുമാതിരി പാൻ നമ്മൾ വരച്ചത് നമുക്ക് നീക്കണമെങ്കിൽ നീക്കാം. അതുമാതിരി സൂം, റൊട്ടേറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മോഷൻ ഇതൊക്കെ ഉള്ളത് നാവിഗേഷൻ ബാറിലാണ്. ഇതിനെ നാവിഗേഷൻ ബാർ എന്നാണ് പറയുന്നത്. ഇതിനെ വി ക്യൂബ് എന്നു പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ നാവിഗേഷൻ ബാറും വി ക്യൂബും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഡ്രോയിങ് ഈസിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വി ക്യൂബ് എന്ന് പറഞ്ഞാൽ ഒരു ക്യൂബാണ്. ക്യൂബിന് എത്ര ഫേസ് ഉണ്ട്, ആ ഫേസുകൾ പോലെ തന്നെ അതിൻ്റെ കോർണറിലൊക്കെ നമുക്ക് ഇതിൽ ഫേസ് എടുക്കാം. ടോപ്പിൻ്റെ സൈഡുകൾ മാറ്റിയിട്ട് നമുക്ക് ഓരോ സൈഡിൽ നമുക്ക് വരക്കാം. ബാക്ക്, ലെഫ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് വേണ്ട വെച്ചാൽ 4 സൈഡുകളിലും മുകളിലും അടിയിലായിട്ട് 6 ഫേസ് ഉണ്ടാവും ഒരു ക്യൂബിന്. ആ ക്യൂബിൽ ഏത് ഫേസിൽ വേണമെങ്കിലും നമുക്കിത് വരക്കാൻ സാധിക്കും പൊസിഷൻ വെച്ചിട്ട്. ഓക്കെ, അതുമാതിരി നമുക്ക് സൈഡിലേക്കും ഐസോമെട്രിക് ആയിട്ടും ഒക്കെ നമുക്ക് പോസിബിൾ ആണ്. ഐസോമെട്രിക് ഷേപ്പിൽ വരക്കാൻ പറ്റും. ഈ ഒരു ഷേപ്പിലാണെങ്കിൽ ഇങ്ങോട്ട് വരക്കാൻ പറ്റും. അപ്പോൾ എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമുക്കിത് ചെയ്തു വെച്ചിരിക്കുന്നത്. അതിനാണ് നമ്മൾ വി ക്യൂബ് യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ നാവിഗേഷൻ ബാർ ഞാൻ പറഞ്ഞു. നാവിഗേഷൻ ബാറിൽ നമുക്ക് പാന് ഉപയോഗിക്കാം, സൂം ഉപയോഗിക്കാം, റൊട്ടേറ്റ് ഉപയോഗിക്കാം, മോഷൻ ഉപയോഗിക്കാം. അതുമാതിരി വീൽ നമുക്ക് മറ്റൊരു രീതിയിൽ എടുക്കാൻ പറ്റും. ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വ്യൂ പോർട്ട് കൺട്രോൾസ് എന്ന് പറയും. വ്യൂ പോർട്ട് കൺട്രോൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വി ക്യൂബ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ അൺടിക്ക് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ടിക്കാണ്. വി ക്യൂബും നാവിഗേഷൻ ബാറും ടിക്കാണ്. അപ്പോൾ അത് രണ്ടും ഇവിടെ പ്രസൻ്റ്ലി അവൈലബിൾ ആണ്. ഇനി അത് അൺടിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ഡിസപ്പിയർ ആവും. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ മൂന്നാമതൊരു ഓപ്ഷൻ ഇത് കാണുന്നത് സ്റ്റിയറിംഗ് വീലാണ്. സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുമ്പോൾ സ്വല്പം കൂടി നമുക്ക് നമ്മുടെ കർസറിനൊപ്പം മൂവ് ചെയ്യുന്ന ഇതാണ്. സൂം വേണമെങ്കിൽ നമുക്ക് ഇവിടെ പോയി എടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഫാസ്റ്റായിട്ട് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ റൊട്ടേറ്റ് ചെയ്യുന്നതാണ്. പാൻ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നമ്മുടെ കർസറിൻ്റെ ഒപ്പം നമ്മുടെ കർസർ മൂവ് ചെയ്യുന്നതിനൊപ്പം, അതായത് മൗസ് നീക്കുന്നതനുസരിച്ച് ഈ കർസറിൻ്റെ ഒപ്പം നമ്മുടെ സ്റ്റിയറിംഗ് വീല് കൂടി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഡ്രോയിങ്ങിനെ ഈസിയാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഞാൻ ക്ലോസ് ചെയ്യാണ്. അപ്പോൾ വ്യൂ സ്റ്റിയറിംഗ് വീല് ക്ലോസ് ചെയ്തു.
വീൽ ക്യൂബ്, സ്റ്റിയറിംഗ് വീല്, നാവിഗേഷൻ. നെക്സ്റ്റ് കസ്റ്റം വ്യൂ ആണ്. കസ്റ്റം വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ടോപ്പ് ഇപ്പോൾ സാധാരണ നോർമലി ടോപ്പാണ് വരുന്നത്. ടോപ്പിലേക്ക് വെക്കണേ വെക്കാം. അത് ഇവിടെ നമുക്ക് മാറ്റുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് പെട്ടെന്ന് എടുക്കണമെങ്കിൽ ലെഫ്റ്റ്, റൈറ്റ്, ഐസോമെട്രിക് ഇതൊക്കെ ഇതിലും പോസിബിളാണ്. വ്യൂ ക്യൂബിലും പോസിബിളാണ് അത്. പിന്നെ 3D വയർ ഫ്രെയിം, 3D കൺസെപ്ഷനിൽ അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കിവിടെ എടുക്കാൻ പറ്റും. വെച്ചാൽ നമുക്ക് 3D മോഡലിൻ്റെ 3D എഫക്റ്റ് കാണാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇപ്പോൾ 2D വയർ ഫ്രെയിമിലാണ് കിടക്കുന്നത്. പിന്നെയുള്ളത് കസ്റ്റമൈസേഷൻ. കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമുക്ക് കുറേ ടൂൾസ് ഇവിടെ ഉണ്ട് താഴെ. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യമുള്ളത് കോർഡിനേറ്റ്സ് വേണമെങ്കിൽ കോർഡിനേറ്റ്സ് എനേബിൾ ചെയ്യാം. അപ്പോൾ ഇവിടെ വരും കോർഡിനേറ്റ്സ് വാല്യൂ ഇവിടെ കാണാൻ പറ്റും. ഇത് ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോകും മോഡലിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കർസർ മൂവ് ചെയ്യുമ്പോൾ ആ കോർഡിനേറ്റ്സ് വാല്യൂ കാണിക്കാൻ പറ്റും. നമുക്ക് UCS ഈ പറയുന്നതാണ് UCS എന്ന് പറയുന്നത്. XY എന്ന് പറഞ്ഞ് കാണുന്നത് UCS ആണ്. UCSൻ്റെ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇത് 00 വരും. ഓക്കെ, റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ X വാല്യൂ കൂടും, മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ Xഉം Yയും വാല്യൂ കൂടും. ഓക്കെ, അപ്പോൾ ഇത് കോർഡിനേറ്റ്സ് വാല്യൂ ആണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചില സമയത്ത് അത് എനേബിൾ ആക്കി ഇടാൻ പറ്റും. അതുമാതിരി ഗ്രിഡ് ഓഫ് ചെയ്യണമെങ്കിൽ ഗ്രിഡ് ഓഫ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ മോഡൽ സ്പേസ് ഓഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് അത് പോകും. ഇപ്പോൾ ഗ്രിഡ് നമുക്ക് ഇവിടെ ഓൾറെഡി ഉള്ളത് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടു ഗ്രിഡ് പോയി. ഗ്രിഡ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൻ്റെ മോണിറ്ററിൽ കാണുന്നുണ്ടാവും ഒരു വ്യത്യാസം കണ്ടോ? ഗ്രാഫ് പോലെ ലൈൻസ് ഒഴിവാക്കാനും പറ്റും. അപ്പോൾ ഇവിടെ ഈ ടൂൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ടൂൾ ഇവിടെ ഇല്ലാത്ത സമയത്ത്, അതായത് കസ്റ്റമൈസേഷനിൽ പോയിട്ട് നമ്മൾ ഗ്രിഡ് ഇവിടെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അത് താഴ്ത്തുന്നത് ഡിസപ്പിയർ ആവും. അപ്പോൾ നമുക്കിവിടെ ഓഫ് ചെയ്യാൻ സാധിക്കില്ല. കണ്ടോ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇത് ഓഫ് ചെയ്യണം, ഗ്രിഡ് ലൈൻസ് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പറ്റില്ല. അപ്പോൾ ഇത് കസ്റ്റമൈസേഷനിൽ പോയി ഗ്രിഡ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഈസി ആയിട്ട് ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും പറ്റും. അപ്പോൾ നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ എന്തൊക്കെ ടൂൾസ് വേണമെന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത് 3D മോഡലിംഗ് ആണ് നമ്മളിവിടെ നേരത്തെ എടുത്തത് 3D വർക്ക് സ്പേസ്. അപ്പോൾ ഇത് നമുക്ക് ഈസി ആയിട്ട് വർക്ക് സ്പേസ് സ്വിച്ചിങ് എന്നാ പറയുക. 3D മോഡൽ വേണമെങ്കിൽ 3D മോഡലാക്കാം. 3D മോഡലാക്കുമ്പോൾ സെറ്റ് ആക്സിസ് കൂടി കൂടും UCSൽ. UCS എന്ന് പറഞ്ഞാൽ യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ആണ്. അതാണിത്. ഇവിടെയാണ് നമ്മുടെ 00 എന്ന് പറയുന്നത്. നമുക്ക് മാറ്റാം. ഇത് കമാൻഡ് ലൈൻ ആണ്. നമ്മൾ എന്ത് ടൈപ്പ് ചെയ്താലും ഇവിടെ കാണും കമാൻഡ് ലൈൻ. ഇപ്പോൾ ലൈൻ കമാൻഡാണ് നമ്മൾ ടൈപ്പ് ചെയ്യണമെങ്കിൽ ലൈനിൽ അടിച്ചു കൊടുക്കാം. ലൈനിൽ അടിച്ചിട്ട് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ലൈൻ കമാൻഡ് ആക്റ്റീവ് ആവും. ഒരു ടൂൾ ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ അത് കറക്റ്റ് ക്രോസ് ആയിട്ട് വരും ഇതിൻ്റെ കർസർ. ടൂൾ ഇപ്പോൾ ലൈൻ കമാൻഡ് ആക്റ്റീവ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഇത് കറക്റ്റ് ക്രോസ് ആയിട്ട് വരുന്നത്. ഇനി ഒന്നും ആക്റ്റീവ് അല്ല, എസ്കേപ്പ് അടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കർസർ ഈ ഒരു കണ്ടീഷനിലാണ്. സാധാരണ കണ്ടീഷനിൽ ഈ കർസറിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്വയർ കാണാൻ പറ്റും. എന്തെങ്കിലും ടൂൾ ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആ സ്ക്വയർ പോകും. ജസ്റ്റ് ക്രോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിന് ക്രോസ് ഹെയർ കർസർ എന്നാണ് പറയണത്. കൂടാതെ ഇത് ലേഔട്ടാണ്. ലേഔട്ടുകൾ പേപ്പർ ഷീറ്റാണ്. പേപ്പറിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ടൂൾ ആക്റ്റീവ് ആണെന്നുകൊണ്ടാണ്. ഓക്കെ, ലേഔട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ഫോർമാറ്റിൽ നമ്മുടെ ഷീറ്റിൽ വരും. ലേഔട്ട് 2, ലേഔട്ട് 3 നമ്മുടെ ഷീറ്റുകളാണ്. പിന്നെ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ വരയ്ക്കുന്ന മോഡൽ സ്പേസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ഓട്ടോകാഡ് ഇൻ്റർഫേസിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക. കാരണം വെച്ചാൽ പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് പലതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ.